കണ്ണൂർ പിലാത്തറ കോഓപ്പറേറ്റീവ് കോളേജിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ ദുരൂഹ സാഹചര്യത്തിൽ കാർ കണ്ടെത്തി. കാറിൽ ചോര ഒഴുകി കട്ടപിടിച്ച പാടുകളും സ്ത്രീകളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കാറിൽ നിന്ന് വാരി വലിച്ചിട്ട നിലയിലുമാണ്. സംഭവത്തിൽ ദുരൂഹതയുള്ളതിനാൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. KL 58 AN 2059 നമ്പറിലുള്ള ഗ്രേ നിറത്തിലുള്ള മാരുതി സുസുക്കി കാറാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നാണ് ഈ കാർ എത്തിയതെന്നാണ് പോലീസിന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. കാറിനകത്തെ സീറ്റുകളും ഡാഷ്ബോർഡിന്റെ ഭാഗങ്ങളും ഫ്ലോർ മാറ്റുകളും പൂർണ്ണമായും അഴിച്ചുമാറ്റിയോ തകർത്തോ പരിശോധിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. വണ്ടിയിലുണ്ടായിരുന്ന ബാഗുകൾ, തുണികൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ, കവർ തുടങ്ങിയവയെല്ലാം വണ്ടിയുടെ പുറത്ത് വശങ്ങളിലായി ചിതറിക്കിടക്കുന്നുണ്ട്. വണ്ടിയുടെ ബോണറ്റും ഡോറുകളും തുറന്നിട്ട നിലയിലുമാണ്. കാറിലുണ്ടായിരുന്നത് സ്വർണ്ണ വ്യാപാരം നടത്തുന്ന മഹാരാഷ്ട്ര സ്വദേശികളാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കാറിനുള്ളിലെ രഹസ്യ അറകളിലോ മറ്റോ ഒളിപ്പിച്ചിരുന്ന സ്വർണമോ പണമോ കവരുന്നതിനായി വണ്ടി തടഞ്ഞു നിർത്തി ആക്രമിച്ചതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. വണ്ടിക്കകത്തുള്ള ഭാഗങ്ങൾ വരെ കുത്തിപ്പൊളിച്ച നിലയിലായതിനാൽ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള കൊള്ളയാണ് നടന്നതെന്ന് കരുതുന്നു. ചൊവ്വാഴ്ച രാവിലെ പ്രഭാത സവാരിക്കിറങ്ങിയ നാട്ടുകാരാണ് ഈ കാർ ഈ അവസ്ഥയിൽ ഒഴിഞ്ഞ പറമ്പിൽ ആദ്യം കണ്ടത്. ഉടൻ തന്നെ വിവരം പരിയാരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കാറിൽ യാത്ര ചെയ്തിരുന്നവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് നിലവിൽ വ്യക്തതയില്ല. മാസങ്ങൾക്ക് മുൻപും ഇതേ പിലാത്തറ ഭാഗത്ത് സ്വർണ്ണക്കവർച്ചാ സംഘങ്ങളും കുഴൽപ്പണ സംഘങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ പശ്ചാത്തലത്തിൽ അന്തർ സംസ്ഥാന ബന്ധമുള്ള പ്രൊഫഷണൽ കൊള്ള സംഘങ്ങളാണോ ഈ ആക്രമണത്തിന് പിന്നിലെന്ന കാര്യം പോലീസ് ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. കാറിലെ ചോരപ്പാടുകൾ വലിയൊരു ആക്രമണം നടന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതിനാൽ പരിസരത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്.